വീഡിയോയിലൂടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആവറേജ്. ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ ആവറേജ് എടുക്കുന്നതിന് നമുക്ക് ആവറേജ് ഫങ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു ആവറേജ് അതിൽ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ആവറേജ് ഫങ്ഷൻസിൽ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് ന്യൂമറിക് വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇതിൽ വന്ന ഇടയിൽ വന്നിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇത് കൗണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ടെക്സ്റ്റ് കൂടി കൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആവറേജ് ഫംഗ്ഷനാണ് ആവറേജ് എ ഫംഗ്ഷൻ. ഇസ് ഈക്വൽ ടു ആവറേജ് എ റേഞ്ച് സെലക്ട് ചെയ്ത് ഓക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ടോട്ടൽ വാല്യൂസ് 7 കൗണ്ട്, അതേപോലെ സം വാല്യൂ 1,20,000. ഓക്കെ, അപ്പോൾ 1,20,000 ഡിവൈഡഡ് ബൈ ഇതിൽ ന്യൂമറിക് വാല്യൂസ് 1 2 3 4 5 6 വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ കൗണ്ട് വന്നിട്ടുള്ളത് 7 ആണ്. അപ്പോൾ ആവറേജ് എ എന്നുള്ളതിൽ ടോട്ടൽ കൗണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, 7. ഇനിയിപ്പോൾ ഈ ഒരു ബ്ലാങ്ക് ഉള്ളത് നമുക്കൊരു ടെക്സ്റ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആവറേജ് എ ചെയ്തിട്ടുള്ള വാല്യൂസ് നമുക്ക് 8 കൗണ്ടിങ്, അതിൻ്റെ ആവറേജിൻ്റെ ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 8 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 8 ഒന്ന് നോക്കി നോക്കാം. ആവറേജ് ഫംഗ്ഷനിൽ വെറും ന്യൂമറിക് വാല്യൂസും മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ആവറേജ് എ ഫംഗ്ഷനിൽ ന്യൂമറിക് വാല്യൂസും കൗണ്ട് ചെയ്യും, അതുപോലെ ടെക്സ്റ്റ് വാല്യൂം കൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഇൻ ആവറേജ് ഇഫ്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ സം ഇഫിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ക്രൈറ്റീരിയ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഡാറ്റ കിട്ടുന്ന രീതിയിൽ. അതേപോലെ തന്നെ നമുക്ക് ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്ത് ആവറേജ് കിട്ടുന്ന രീതിയിലാണ് ഈ ആവറേജ് ഇഫ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ആവറേജ് ഇഫ് റേഞ്ച് സെലക്ട് ചെയ്തു കോമ ക്രൈറ്റീരിയ കോമ ആവറേജ് റേഞ്ച് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ഉണ്ട്. അതേപോലെ തന്നെ പി എഫ് നമുക്ക് ESI എടുത്തു, അതേപോലെ പി എഫ് നമുക്ക് എടുത്തു. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമ്മൾ MINIFS ഫംഗ്ഷനിൽ ചെയ്ത അതേ ഒരു യൂസേജ് തന്നെയാണ് ആവറേജ് ഇഫ്സ് എന്നുള്ള ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആവറേജ് ഇഫ്സ് ആവറേജ് റേഞ്ച് സെലക്ട് ചെയ്തു കോമ ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്തു കോമ ക്രൈറ്റീരിയ 1 കോമ ക്രൈറ്റീരിയ റേഞ്ച് 2 കോമ ക്രൈറ്റീരിയ 2. ഓക്കെ, അപ്പോൾ ആവറേജ് ഇഫ്സ് ഫംഗ്ഷൻ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ യൂസ് ചെയ്ത് ആവറേജ് റിസൾട്ട് കിട്ടുന്നതിനാണ് ഈ ആവറേജ് ഇഫ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൗണ്ട്. ഈ ഒരു ഡാറ്റയിൽ എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈക്വൽ ടു കൗണ്ട്. നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ കൗണ്ട് 6 വന്നിട്ടുള്ളൂ. അതായത് ഈ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കൗണ്ട് ചെയ്യുന്ന സമയത്ത് വെറും ന്യൂമറിക് വാല്യൂസ് മാത്രമേ സെലക്ട് ആവുള്ളൂ, അതിൽ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ കണ്ടില്ലേ 6. അതിന് ടെക്സ്റ്റും കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കൗണ്ട് എ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. കൗണ്ട് എ. ഓക്കെ, 7 വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഈ ബ്ലാങ്ക് ഉള്ളത് നമുക്ക് ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്യുക ഫംഗ്ഷൻ്റെ റിസൾട്ട് 8 ആയി. ഇനി നമുക്ക് ഈ ബ്ലാങ്ക് മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിസൾട്ട് അതായത് ബ്ലാങ്ക് എത്ര ഉണ്ടെന്നുള്ളതിൻ്റെ കൗണ്ട് കിട്ടുന്നതിനാണ് കൗണ്ട് ബ്ലാങ്ക് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. കൗണ്ട് ബ്ലാങ്ക്
നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 വന്നിട്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ആബ്സെൻ്റ് എന്നുള്ളത് അതും ഒന്ന് ബ്ലാങ്ക് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്യാൻ ഫംഗ്ഷൻ 6 ആയി, കൗണ്ട് ബ്ലാങ്ക് 2 ആയി. ഓക്കെ, നെക്സ്റ്റ് കൗണ്ട് ഇഫ്. നമ്മൾ മുമ്പ് ചെയ്ത ആവറേജ് ഇഫ് അതേ സെയിം യൂസേജ് തന്നെയാണ്. കൗണ്ട് ഇഫ് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ ഫോർമുലയിലും ഉള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കൗണ്ട് ഇഫ് റേഞ്ച് സെലക്ട് ചെയ്യാം, റേഞ്ച് സെലക്ട് ചെയ്ത് കോമ ക്രൈറ്റീരിയ. ഓക്കെ, ഇതേപോലെ തന്നെ പി എഫ് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കൗണ്ട് ഇഫ് എസ്. ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് കൗണ്ടിങ് ചെയ്യുന്നതിനെയാണ് കൗണ്ട് ഇഫ് എസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൗണ്ട് ഇഫ് എസ് ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്തു, കോമ ക്രൈറ്റീരിയ 1, കോമ ക്രൈറ്റീരിയ റേഞ്ച് 2, കോമ ക്രൈറ്റീരിയ 2. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റിസൾട്ട് വരും. ഇപ്പോൾ ഈ ഒരു ഫാസിൽ എന്നുള്ളവരുടെ ഈ ESA എന്നുള്ളത് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അയാളുടെ കൗണ്ടിങ് ഇവിടെ എന്തായി 2 ആയി. ഓക്കെ, നെക്സ്റ്റ് റാങ്ക്, മാക്സ് ആൻഡ് മിൻ. ഇവിടെ കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാരുടെ പേരും അവരുടെ സാലറിയും. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് കിട്ടുന്ന ആളുടെ സാലറി എത്രയാണെന്നുള്ളത് അതിൻ്റെ പൊസിഷൻ, അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയിലുള്ള വാല്യൂസിൻ്റെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റാങ്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് നമുക്ക് ഏറ്റവും ടോപ്പുള്ള വാല്യൂസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൊസിഷൻ നമ്പർ 1 കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പുള്ളതിന് നമുക്ക് പൊസിഷൻ നമ്പർ ലാസ്റ്റായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യക്ക് നമുക്ക് പൊസിഷൻ നമ്പർ 1 ആയിട്ടും കൊടുക്കാം. അതായത് അസെൻഡിങ് ഓർഡറിലും കൊടുക്കാം, ഡിസെൻഡിങ് ഓർഡറിലും ഈ പൊസിഷൻ നമുക്ക് കൊടുക്കാം, റാങ്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റാങ്ക് നമ്പർ സെലക്ട് ചെയ്തു, കോമ റെഫറൻസ്. ഈ ഡാറ്റ മൊത്തം ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്യാം, കോമ ഓർഡർ അസെൻഡിങ് വേണോ ഡിസെൻഡിങ് വേണോ എന്നുള്ളത്. അപ്പോൾ ഡിസെൻഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഏറ്റവും ടോപ്പുള്ളതിന് 1 നമ്പർ കിട്ടും. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യക്ക് 1 എന്നുള്ള പൊസിഷൻ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കാം. ഓക്കെ, ഫോർമുല താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. വന്നിട്ടുള്ളത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഒന്ന് നോക്കാം. വന്നിട്ടുള്ളത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഒന്ന് സോർട്ട് ചെയ്ത് നോക്കാം. അങ്ങനല്ലേ, ഏറ്റവും ടോപ്പുള്ളത് 28,000 ആണ്, അതിന് പൊസിഷൻ നമ്പർ 1 വന്നിട്ടുണ്ട്, 26, 2. അതേപോലെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് 18,000 ആണ്, അതിന് പൊസിഷൻ നമ്പർ 13 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഡാറ്റയിൽ ഏറ്റവും വലിയ സംഖ്യയും അതേപോലെ ഏറ്റവും ചെറിയ സംഖ്യയും, ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താൻ മാക്സ് എന്നുള്ള ഫംഗ്ഷനും ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തുന്നതിന് മിൻ എന്നുള്ള ഫംഗ്ഷനും യൂസ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈക്വൽ ടു മാക്സ്, ഡാറ്റ സെലക്ട് ചെയ്യാം, 28,000. ഇനി മിനിമം ഏറ്റവും ചെറിയ സംഖ്യ നോക്കുന്നതിന്, ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്നതിന് മിൻ എന്നുള്ള ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ടോപ്പ് 28,000, ഏറ്റവും ചെറിയ സംഖ്യ 18,000 എന്നാണ്. ഇനി മാക്സ് ഇഫ് എസ്, ഇത് നമ്മൾ മുമ്പ് ചെയ്ത കൗണ്ട് ഇഫ് എസ് അല്ലെങ്കിൽ ആവറേജ് ഇഫ് എസ് ആ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു മാക്സ് ഇഫ് എസ് എന്നുള്ള ഫംഗ്ഷനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാക്സ് റേഞ്ച് സെലക്ട് ചെയ്തു, കോമ ക്രൈറ്റീരിയ റേഞ്ച് 1 സെലക്ട് ചെയ്തു, കോമ ക്രൈറ്റീരിയ 1.
ഇനി ക്രൈറ്റീരിയ റേഞ്ച് 2, ക്രൈറ്റീരിയ 2. ഓക്കെ, അപ്പോൾ ഫാസിൽ എന്നയാളുടെ ESI ടോപ്പ് വന്നിട്ടുള്ളത് 135 എന്നുള്ളതാണ്. ഓക്കെ, PF അതേപോലെ ഏറ്റവും ടോപ്പ് വന്നിട്ടുള്ളത് 1800. ഇനി പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിഷാം എന്ന ആളുടെ ESI ടോപ്പ് വാല്യൂ വന്നിട്ടുള്ളത് 175, അതേപോലെ PF 1800. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ചെറുത് വന്നിട്ടുള്ളതും MINIFS എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. MINIFS മിനിമം റേഞ്ച് സെലക്ട് ചെയ്തു, ക്രൈറ്റീരിയ റേഞ്ച് 1 സെലക്ട് ചെയ്തു, ക്രൈറ്റീരിയ, ക്രൈറ്റീരിയ റേഞ്ച് 2, ക്രൈറ്റീരിയ 2. അപ്പോൾ ഫാസിൽ എന്നയാളുടെ ESI ഏറ്റവും ചെറുത് വന്നിട്ടുള്ളത് 112 ആൻഡ് PF ഏറ്റവും ചെറിയ എമൗണ്ട് 1560. ഈ പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിഷാം എന്നയാളുടെ ESI ചെറുത് വന്നിട്ടുള്ളത് 155, PF ചെറിയ എമൗണ്ട് വന്നിട്ടുള്ളത് 1750. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ലാർജ്, സ്മാൾ, മീഡിയം ഇതിനെ കുറിച്ചിട്ട് പഠിക്കാം. ഈ മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ടോപ്പുള്ള ഒരൊറ്റ സംഖ്യ മാത്രമേ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ ലാർജ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാർജസ്റ്റ് എടുക്കാം, സെക്കൻഡ് ലാർജ് ഉള്ളത് എടുക്കാം, അതേപോലെ തേർഡ് ലാർജ് ഉള്ളത്, അങ്ങനെ അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഓരോ റിസൾട്ടും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈക്വൽ ടു ലാർജ് വരെ സെലക്ട് ചെയ്യാം, 1 കൊടുത്താൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ആ 1ന് പകരം 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് കിട്ടും, അതേപോലെ 3 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ലാർജസ്റ്റ് കിട്ടും. ഇനി ഇത് ഇവിടെ നമ്മൾ ലാർജ് ഫംഗ്ഷൻ യൂസ് ചെയ്തത് വേറൊരു മെത്തേഡിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ലാർജ് അറേ സെലക്ട് ചെയ്തു, ഇവിടെ നമ്മൾ നേരത്തെ സംഖ്യയാണ് കൊടുത്തത് 1 2 3 എന്നുള്ളത്. ഇനി അതിന് വരെ ഞാനിവിടെ ഈ ഒരു സെല്ല് കൊടുത്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ 1 സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് സംഖ്യ വന്നു, അതേപോലെ 2 സെലക്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ വന്നു, ഇനി 3 സെലക്ട് ചെയ്യുന്ന സമയത്ത് തേർഡ് ലാർജസ്റ്റ് വന്നു. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സ്മോൾ ഫംഗ്ഷനും വരുന്നത്. ഏറ്റവും ചെറിയ സംഖ്യ, നെക്സ്റ്റ് ചെറിയ സംഖ്യ, അതിൻ്റെ തൊട്ട് അടുത്ത സംഖ്യ, ആ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു സ്മോൾ അറേ സെലക്ട് ചെയ്യുക, 1. നമുക്ക് ഈ 1ന് പകരം 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ കിട്ടും, അതേപോലെ 3 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് സ്മോളസ്റ്റ് നമ്പർ കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്മോൾ അറേ സെലക്ട് ചെയ്യാം, ഈ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ സംഖ്യ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള പൊസിഷനിലുള്ള എമൗണ്ട് നമുക്ക് ഇവിടെ വിസിബിൾ ആവും. ഓക്കെ, നെക്സ്റ്റ് മീഡിയം. ഈ ഒരു ഡാറ്റയിലുള്ള സെൻട്രലിലുള്ള നമ്പർ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മീഡിയൻ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു മീഡിയൻ, നമ്പർ റേഞ്ച് സെലക്ട് ചെയ്യുക, 22,000. ഓക്കെ, താങ്ക് യു.